ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് 2010 റിലീസ് ചെയ്ത ഒരു തെലുങ്ക് മൂവിയുടെ റിവ്യൂ അല്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായ മൂവിയാണ്. ആ മൂവി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൂവിയുടെ പേരാണ് ഡാർലിംഗ്. ഇതേ പേരിൽ തമിഴിൽ മൂവിയുണ്ട്, പക്ഷേ ഇത് തമിഴല്ല, തെലുങ്ക് മൂവിയാണ്. പ്രഭാസ് ആൻഡ് കാജൽ അഗർവാൾ, ശ്രദ്ധ ദാസ്, പ്രഭു ഇതിനാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഒരു കിഡിലൻ റൊമാൻറ്റിക് എൻ്റർടൈൻമെൻറ്റ്, അത്രമാത്രം എനിക്ക് മൂവിയെ കുറിച്ച് പറയാനുള്ളൂ. ഒരുപാട് കോമഡി ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉള്ളൊരു പക്ക എൻ്റർടൈൻമെൻറ്റ് അത്രയാണ്. ഈ മൂവി 2010 ഈ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത്. ഞാനും 2010 ഈ മൂവി കണ്ടത്. എനിക്കിപ്പോൾ ഓർമ്മ 2010 ഡിസംബർ മാസത്തിലാണ് ഈ മൂവി കണ്ടത്. അന്ന് എൻ്റെ ഫ്രണ്ടിന് വീട്ടിൽ നിന്നാണ് ഈ മൂവി കണ്ടത്. എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ഇതിലെ സോങ്സ് ഭയങ്കര ഹിറ്റായിരുന്ന കാലത്തൊക്കെ. ഞാൻ എപ്പോഴും എൻ്റെ ഇതിൽ MP3 പ്ലെയറിൽ ഇപ്പോഴും സോങ്സ് ഉണ്ട്. ഇതിലെ സോങ്സ് GV പ്രകാശ് കുമാറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോ ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. കോട്ട വെങ്കടേശ്വര റാവു ആണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പുള്ളി എല്ലാവരും പറയും ലവ് റെഡ്ഡി എന്ന മൂവിയുടെ ഒക്കെ എഡിറ്ററാണ് പുള്ളി. ഇതിൻ്റെ ഡയറക്ടർ പേര് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും വിചാരിക്കുന്നു, A. കരുണാകരൻ. പുള്ളി അല്ലു അർജുനെ വെച്ച് ഹാപ്പി എന്ന് പറഞ്ഞ മൂവി 2006 തെലുങ്കിൽ റിലീസ് ചെയ്ത മൂവിയാണ്. 2007 കേരളത്തിൽ മൂവി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടറാണ് പുള്ളി. പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ് ഇത്, ഡാർലിംഗ്. അതുപോലെ തന്നെ ഉല്ലാസംഗ ഉത്സാഹം എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു. എല്ലാം രസമുള്ള മൂവിയായിരുന്നു. സ്നേഹ ഉള്ള കമ്പനേഷൻ മൂവിയാണിത്. എൻ്റെ മലയാളം ഡബ് കേരളത്തിൽ റിലീസ് ആയിട്ടുണ്ട്. അതുപോലെ ഇണ്ടുകൻ്റെ പ്രേമന്ത എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു. 2014 റിലീസ് ചെയ്ത മൂവിയാണ്. റാമു അതുപോലെ തമ്മൻ്റെ കമ്പനേഷൻ മൂവിയായിരുന്നു. അതിൽ ശാലിനിയുടെ ബ്രദർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ആക്ട്രസ്. ഇതിലെ സ്റ്റോറി എന്ന് പറയുന്നത് പ്രഭ ആൻഡ് നന്ദിനി അവർ തമ്മിൽ ചെറുപ്പത്തിൽ കളിക്കൂട്ടുകാരായിരുന്നു. അങ്ങനെ അച്ഛന് അവളെ ചെറുപ്പത്തിൽ സ്വിറ്റ്സർലാൻഡിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിനുശേഷം അവനക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ അവൻ്റെ മനസ്സിൽ അവൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കാണിക്കുന്ന ഒരു വലുതായിട്ടുള്ള ആളെ കാണിക്കുന്നത്, പ്രഭാസിനെ കാണിക്കുന്നത്. അപ്പം പ്രഭാസിന് വേറൊരു പെൺകുട്ടി വില്ലൻ്റെ മകള് അവനെ പ്രപ്പോസ് ചെയ്യും. അപ്പോൾ അവനത് റിജക്റ്റ് ചെയ്യുന്ന ബദലായിട്ട് അവൾ സൂയിസൈഡിന് ശ്രമിക്കും. അങ്ങനെ വില്ലന് ഇവൻ്റെ ഫാമിലിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടുന്ന് ഇവനെ ഫൈറ്റൊക്കെ ചെയ്തിട്ട് അവനോട് രക്ഷിക്കും. അതിനുശേഷം പിന്നെ നോക്കുമ്പോൾ വില്ലന്മാർ ഇവൻ്റെ ഫ്രണ്ട്സിനെ തട്ടിക്കൊണ്ടുണ്ടാവും കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അങ്ങോട്ട് വന്ന് വില്ലൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ അവനൊരു ഫ്ലാഷ് ബാക്ക്, ഒരു കഥ പറയാണ്. അവൾ പ്രപ്പോസ് ചെയ്തതിന് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം അവൻ പറയാണ്. അവൻ്റെ മനസ്സിൽ അവൻ്റെ കുട്ടിക്കാലത്തുള്ള നന്ദിനിയാണുള്ളത്. അപ്പോൾ നന്ദിനി അവന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവന് സ്വിറ്റ്സർലാൻഡ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥ അവൻ പറയും. പിന്നെ അതിനുശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം സ്വിറ്റ്സർലാൻഡാണ്. കിട്ടില്ല വിഷ്വൽസാണ്, രക്ഷയില്ല. ആ സമയത്ത് നല്ല ഫൈറ്റും അതുപോലെ സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നീവേ എന്നുള്ള സോങ് ഉണ്ട്, ഈ ഒരു രക്ഷയില്ല. ആ സോങ്ങിൻ്റെ ആ ഒരു വിഷ്വൽസ് ഇപ്പോഴും യൂട്യൂബിലും സോങ്സ് ഉണ്ട്. അങ്ങനെ സെറ്റപ്പ് സോങ്ങാണ്. GV പ്രകാശ് കുമാർ അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കിട്ടുന്ന സാധനമായിരുന്നു. എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെടുന്ന ഇതിൻ്റെ റൊമാൻറ്റിക് സീൻസാണ് എടുത്തവരുണ്ട്. ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റിലേക്കാണ് കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ. കിട്ടും പെർഫോമൻസ് ആയിരുന്നു. കാജൽ അഗർവാളിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു പറയാം. ഇതേ ടീം, കാജൽ അഗർവാളും അതുപോലെ പ്രഭാസും വീണ്ടും നെക്സ്റ്റ് ഇയർ 2011 മിസ്റ്റർ പെർഫെക്റ്റ് എന്ന മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സ്വന്തം ഹിറ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ വേറെ ഇതിൽ കുറേ ആക്ടേഴ്സ് വരുന്നുണ്ട്. ശ്രദ്ധ ദാസ് നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രഭു ഉണ്ട്. പിന്നെ ഇതിൽ ഈ നായകയുടെ അച്ഛനമ്മയായിട്ട് വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, പേര് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നല്ല സ്കോറായിരുന്നു. ഓരോ സീൻസൊക്കെ വലിയ റൊമാൻറ്റിക് സീൻസ് അല്ലെങ്കിൽ ഇമോഷണൽ സീൻസിലൊക്കെ BGMs ഒക്കെ അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീനൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. നല്ല മികച്ച ഇതിൻ്റെ ക്യാമറമാന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആൻഡ്രോ എന്ന് പറഞ്ഞ ക്യാമറമാന് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ആയിരുന്നു. ആക്ച്വലി എടുത്തു പറയേണ്ടത് സ്വിറ്റ്സർലാൻഡിലെ പോർഷൻസൊക്കെ ആണ്. വേറെ ലെവൽ സാധനം കേട്ടോ പുള്ളി ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ സോങ് സീക്വലായാലും നോർമൽ സീൻസൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു, കിട്ടുമായിട്ടുണ്ടായിരുന്നു. അതിൽ എഡിറ്റിംഗ് ആയാലും പൊളിയാണ്. കളർ ഗ്രേഡിങ്, DA വർക്കായാലും VFX ആയാലൊക്കെ പൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രഭാസിന് ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു മൂവിയാണ് എനിക്കിപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് മൂവീസ് വരുന്നുണ്ട്. ഇപ്പം വലിയ മൂവീസാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷേ ഇതുപോലുള്ള ചെറിയ മൂവീസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇതൊക്കെ വേറെ ലെവൽ മൂവിയായിരുന്നു ആ സമയത്ത് ചെയ്ത മൂവീസൊക്കെ. അതിപ്പോൾ ഡാർലിംഗ്, അതുപോലെ മിസ്റ്റർ പെർഫെക്റ്റ്, മിർച്ചി മൂവി,
മിർച്ചി എനിക്ക് ഒരുപാട് എൻ്റെ ഫേവററ്റ് മൂവിയാണ്. അനുഷ്കയും പ്രഭാസൊക്കെ അഭിനയിച്ച മൂവി കിട്ടുന്ന മൂവിയായിരുന്നു. അതുപോലെ ഏക് നിരഞ്ജൻ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു, അതായത് മലയാളത്തിലെ ഗെയിം എന്ന് പറഞ്ഞ മൂവി ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കിട്ടുന്ന മൂവിയായിരുന്നു പ്രഭാസിൻ്റെ. കാജൽ പ്രഭാസും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ സീൻസ് ഇതിൽ. നന്ദിനി പ്രഭ എന്നുള്ള ക്യാരക്ടർ വേറെ ലെവലായിരുന്നു. പിന്നെ മൂവിയിൽ എടുത്തു പറയേണ്ട ക്യാരക്ടർ ചെയ്തത് കാജൽ അഗർവാളാണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. അതായത് ഇപ്പം കോമഡി സീനായാലും റൊമാൻറ്റിക് സീനായാലും ഇമോഷണൽ സീനായാലും ഇപ്പോൾ സോങ് സീക്വലായാലും ഒക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് കാജൽ അഗർവാളിന് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. പുള്ളിക്കാരുടെ പെർഫോമൻസ് പറയുമ്പോൾ കുറഞ്ഞ മൂവീസിലേ ഉള്ളൂ. മറ്റുള്ള മൂവീസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നായകൻ്റെ ഒരു നേരിട്ട് നടക്കുന്ന ക്യാരക്ടറായിരിക്കും അധികം ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാർ ചെയ്തിട്ടുള്ളത് അധികം. പക്ഷേ ഇതിൽ പെർഫോമൻസ് വെച്ചാൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. എനിക്ക് ഇതിൽ അഗർവാളിന് വേണ്ടി ഡബ് ഇരിക്കുന്നത് സൗമ്യ ശർമ്മയാണ്. പുള്ളിക്കാരി നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഇതിൽ. പക്ഷേ എങ്കിൽ എടുത്തു പറഞ്ഞ ഡയലോഗ്സൊക്കെ ഭയങ്കര ടച്ചായിട്ടുള്ള ഡയലോഗ്സ് ആയിരുന്നു. ഞാനത് ഫസ്റ്റ് കാണുമ്പോൾ 2010 കാണുമ്പോഴും ഇപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂടി ഈ മൂവി കണ്ടിട്ടുള്ളൂ. കാണുമ്പോഴൊക്കെ ഒരു ഇല്ലാത്തൊരു ഇമോഷണൽ ഒരു ഡയലോഗ്സ് കാണൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മലയാളത്തിലായാലും ഇപ്പം മറ്റുള്ള ലാംഗ്വേജിലും ഒരുപാട് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ തമിഴിലാണെങ്കിലും ഇപ്പം നയൻതാരയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ദീപ വെങ്കട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചില മൂവീസിലൊക്കെ ഇവൾ ചെയ്യാറുണ്ട്, രവി ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ മലയാളത്തിലിപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഒരുപാട് ഉണ്ട്. ഇപ്പം ദേവികറിന് ആക്ടേഴ്സ് ഉണ്ട്, ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്. അതുപോലെ ഏഞ്ചലുണ്ട്, ഇപ്പം ആനിയമ്മി വന്നിട്ടുണ്ട്, കുറേ ചില നായികന്മാരൊക്കെ. ഇതിൽ കാജൽ അഗർവാൾ ചെയ്ത സൗമ്യ ശർമ്മ ഒരു രക്ഷയില്ലാത്ത ഡബ്ബിങ്ങാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മൂവി കണ്ടാൽ മനസ്സിലാവും. സോ അതിൽ എക്സ്പെഷ്യലി ഇമോഷണൽ സീൻസൊക്കെ പറയുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ട്, വേറെ ലെവലായിരുന്നു അതൊക്കെ. ഞാൻ മൂവി തിയേറ്ററിൽ കണ്ടിട്ടില്ല, പക്ഷേ മൂവി ടി വിയിൽ നിന്നാണ് ഓൾമോസ്റ്റ് കണ്ടത്, ടി വിയിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടത്. പക്ഷേ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് എടുത്തു പറയേണ്ട സീൻസ് ക്ലൈമാക്സിലെ സീൻസാണ്. ക്ലൈമാക്സ് ഒരു 5 മിനിറ്റ് പുറത്തുള്ള ഡയലോഗ്സ് ഉണ്ട്. കാജൽ അഗർവാളിൻ്റെ പ്രഭാസിനെ നിർത്തിയിട്ടൊരു ഡയലോഗ്സ് ഉണ്ട്. അവളെ കുട്ടിക്കാലത്ത് അവൾ പ്രഭുവിനെ സ്നേഹിച്ച കാര്യങ്ങളൊക്കെ അവൾ പറയുന്നൊരു സ്പീച്ച് ഉണ്ട്. ഈ ഒരു രക്ഷയിലെ പെർഫോമൻസ് ആയിരുന്നു. ആ സീൻസൊക്കെ ഇമോഷണലി ഒരുപാട് ടച്ച് ആവുന്ന സീൻസ് കാണുമ്പോഴൊക്കെ എനിക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പറ്റുമെങ്കിൽ നിങ്ങൾ മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ യൂട്യൂബിൽ ഈ മൂവിയുടെ തെലുങ്ക് വേർഷനുണ്ട്, ഒന്ന് കണ്ടു നോക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. ഈ മൂവി കണ്ടിട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നല്ലൊരു റൊമാൻറ്റിക് മൂവി കാണുന്ന ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ സമയം നഷ്ടമാവില്ലെന്ന് എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് മൂവി പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ.